ഹായ് എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഞങ്ങൾ യെസ്റ്റർഡേ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കണ്ണൂർ വീടെത്തിയപ്പോഴത്തേക്കും മോളെ കാണാൻ പറ്റില്ല. മോള് 2 ദിവസത്തെ ക്യാമ്പിന് പോയേക്കുമായിരുന്നു. മോനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. മോനും പെങ്ങളുടെ ഒരു ഇളയ മോനും ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ അവനെ കണ്ട സന്തോഷം, ഇച്ചാനാണെങ്കിൽ ഇച്ചാൻ്റെ വീട്ടിൽ വന്നതിൻ്റെ സന്തോഷം, മക്കളെയൊക്കെ കാണാൻ പറ്റിയില്ലേ. മോനെ ഒരു വർഷം കഴിഞ്ഞല്ലേ ഞാൻ കാണുന്നത്. അവന് ഞങ്ങളെ കണ്ട സന്തോഷം, അൻസുകുട്ടിക്കാണെങ്കിൽ ചേട്ടനെ കണ്ട സന്തോഷം തന്നെ സന്തോഷം. പിന്നെ ഞങ്ങൾ വന്ന് കുറച്ച് നേരം ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഫ്രഷായി. എനിക്കാണെങ്കിൽ നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. ഉറക്കക്ഷീണം എന്ന് വെച്ചാൽ യാത്രാക്ഷീണം. അൻസുമോളാണെങ്കിൽ ചേട്ടന്മാരുടെ കളിയും തുടങ്ങി. അവൾക്കാണെങ്കിൽ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ, കളിക്കാൻ ആരും ഇല്ലല്ലോ. അപ്പോൾ കളിക്കാൻ ആൾക്കാരെ കിട്ടിയപ്പം അവൾ കളി തന്നെ കളി, ഒരേ ബഹളമായിരുന്നു. പിന്നെ ഞാൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഉച്ചഭക്ഷണം കഴിച്ചു. രാത്രി ആയപ്പോഴത്തേക്കും അൻസുകുട്ടി കിടക്കാൻ ഒരുങ്ങിയപ്പോഴത്തേക്കും ഒരേ ബഹളം, ചേച്ചിയെ കാണുന്നില്ല, ചേച്ചി എന്തേന്ന് 3-4 പ്രാവശ്യം അവൾ ചോദിച്ചു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഉറക്കം അവൾക്ക് പാലും കാച്ചി എനിക്കൊരു ചായ ഇട്ട് കുടിച്ചിട്ട് 2-3 തുണികൾ എൻ്റെ അലക്കാനുണ്ടായിരുന്നു. അത് അലക്കാൻ വേണ്ടി അലക്കുകല്ലിൻ്റെ അങ്ങോട്ട് പോകുന്ന സമയത്താണ് വാട്ടുകപ്പ ഉണക്കാനിട്ടിരിക്കുന്നത് കണ്ടത് കേട്ടോ. വാട്ടുകപ്പ, പച്ചക്കപ്പ. എന്നാൽ പിന്നെ നിങ്ങളെ ഒരു വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് കരുതി. ഉണങ്ങിയിട്ടില്ല, ഇനിയും ഉണങ്ങാനുണ്ടെന്ന് തോന്നുന്നു. വെയിൽ വരുമ്പോഴത്തേക്കും വെയിലത്തേക്ക് എടുത്ത് വെക്കുമായിരിക്കും. മമ്മിയാണെങ്കിൽ പള്ളിയിൽ പോയിരിക്കുമായിരുന്നു ഗൈസ്. മമ്മിയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകുന്നൊരു ശീലമുണ്ട് ഗൈസ്. പോകുന്നതിന് മുമ്പ് ചായയും ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത്. മമ്മി എല്ലാ ദിവസവും പള്ളിയിൽ പോകുമ്പം എപ്പോഴും ഫുഡും ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത്. അതുപോലെ ഇന്നും ഉണ്ടാക്കി വെച്ചിട്ടാണ് മമ്മി പോയത്. മമ്മി തേയിലയാണ് ഉണ്ടാക്കിയത്. എനിക്ക് തേയില വേണ്ടായിരുന്നു. ഞാൻ ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിച്ചു. തുണിയൊക്കെ അലക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പനും മോനും ഒക്കെ എണീറ്റിരിപ്പുണ്ട്. അവനാണെങ്കിൽ ഞാൻ വ്ളോഗ് എടുക്കുന്നതല്ല, അതുകൊണ്ട് ഒരുങ്ങിയൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത് വ്ളോഗ് എടുക്കാൻ വേണ്ടി. ഞാൻ പിന്നെ തുണി അലക്കിയതല്ലേ, പോയി ഒന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. ബാക്കി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോയി. ഞാനാണെങ്കിൽ പുറത്ത് പോയേക്കാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയായിരുന്നു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ വീട് വെക്കാനുള്ള സ്ഥലമൊക്കെ ഒന്ന് പോയി കാണാമെന്ന് കരുതി. കാണാൻ തൊട്ടടുത്തല്ലേ, വീടിൻ്റെ തൊട്ട് താഴെ വന്ന് നിരപ്പാക്കിയിട്ടേക്കാണ് വീട് വെക്കാൻ വേണ്ടി. കുറേ നാളായിട്ടോ നിരപ്പാക്കിയിട്ടിട്ട് കല്ലിറക്കി വെച്ചിട്ട് ഞാൻ കണ്ടില്ല. 1 വർഷത്തോളമായി ഞാൻ വന്നിട്ട്. ഇപ്പോഴാണ് കേട്ടോ ഞാൻ കല്ലിറക്കി വെച്ചത് കാണുന്നത്. വീട് പണി എപ്പോൾ തുടങ്ങുമെന്നൊന്നും പറയാൻ പറ്റില്ല ഗൈസ്. ഇതുവരെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. വീടെന്ന് പറഞ്ഞൊരു സ്വപ്നമല്ലേ. ആ സമയമായപ്പോഴത്തേക്കും തിരിച്ച് ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഞാൻ പുറത്ത് പോയിട്ട് വന്നപ്പം എല്ലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ല് കറിയാണ് ഇന്ന് ഉച്ചത്തേക്ക് ഉണ്ടാക്കുന്നത്. അമ്മയും മോനും കൂടെയാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. ഉച്ചത്തേക്ക് എല്ല് കറിയും മോര് കറിയും തോരനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാനാണെങ്കിൽ ഇവരുടെ ഇടയിൽ വ്ളോഗൊക്കെ എടുത്തിങ്ങനെ നടപ്പാണ്. അൻസുകുട്ടിയാണെങ്കിൽ ചേട്ടന്മാരോടെ കളി തന്നെ കളി. എൻ്റെ മോന് പൂച്ച എന്ന് പറഞ്ഞ ജീവനാണ് കേട്ടോ. അവൻ്റെ പൂച്ചയൊക്കെ ആയിട്ട് അവർ കളി തന്നെ കളി. ഇച്ചാനാണെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ നല്ലൊരു കുക്കാണ്. ബീഫ് കറിയൊക്കെ നന്നായിട്ട് ഉണ്ടാക്കും കേട്ടോ. ഇന്ന് അമ്മയും മോനും കൂടിയാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. ഉച്ചത്തെ ഭക്ഷണം അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക സന്തോഷമാണല്ലോ. ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് അയച്ചാനൊക്കെ ഉറങ്ങാൻ പോയി. അൻസുമോൾ കളി തന്നെ കളി, ചേട്ടന്മാരായിട്ട് കളിയൊക്കെ തുടങ്ങി. ഞാനാണെങ്കിൽ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിപ്പാണ്. ഇനി ഒന്ന് മയങ്ങണം. മോള് 2 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും 3 പേര്, ഞങ്ങൾ 5 പേരും തിരിച്ച് നാട്ടിലേക്ക് വരുന്നുണ്ട്. കുറച്ച് ദിവസം പിള്ളേരെ വീട്ടിലുണ്ടാവും. മോളും വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.